മറ്റു പൊതുവെയുള്ളതായിട്ടുള്ള തത്വങ്ങൾ പറയുന്നു. ഋതുസ്ഥ ഷോഡശ നിശ ആർത്തവമുണ്ടായ ദിവസം മുതൽ 16 ദിവസത്തിനകത്ത് ചെയ്യുന്ന ആദാനമേ ഗർഭക്ഷമമായി ഫലിക്കുകയുള്ളൂ. അതിനാൽ ആദ്യത്തെ 3 ദിവസം ശാസ്ത്ര നിഷിദ്ധമാണ്. ബാക്കി 4-ാം ദിവസം മുതൽ ഓരോ ദിവസത്തെയും ഗർഭാധാനം ചെയ്താൽ ഉണ്ടാകുന്ന പ്രജയുടെ ഗുണദോഷങ്ങൾ സ്വരൂപങ്ങൾ പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഋതുവായിട്ടുള്ള കാലം തൊട്ടതായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി ജാതകാദേശത്തിൽ പറയുന്നു, പുത്രോൽപായുർധാരിക വംശകർത്ത വന്യാപുത്ര സുന്ദരേശോ വിരൂപ ശ്രീമാൻ പാപ ധർമ്മശീലസ്തഥാ സ്ത്രീ സർവജ്ഞസ്യ തുര്യരാത്രോ ക്രമേണ. അതായത് ആർത്തവമുണ്ടായ ദിവസം മുതൽ 4-ാം ദിവസം ആദാനം ചെയ്താൽ അല്പായുസായ പുത്രൻ, 5-ാം ദിവസമാണെങ്കിൽ സ്ത്രീ പ്രജയും, 6-ാം ദിവസം വംശകർത്താവായ പുത്രനും, 7-ാം ദിവസം വന്യ അതായത് പ്രസവിക്കാത്ത സ്ത്രീ, 8-ാം ദിവസം അപുത്രനും പുത്രനുണ്ടാകാത്ത പുരുഷപ്രജ, 9-ാം ദിവസം സുന്ദരിയും, 10-ാം ദിവസം നേതാവായ ഈശനായ പുത്രനും, 11-ാം ദിവസം വിരൂപയായ സ്ത്രീ പ്രജ, 12-ാം ദിവസം ശ്രീമാനും, 13-ാം ദിവസം പാപശീലയായ സ്ത്രീ പ്രജയും, 14-ാം ദിവസം ധർമ്മിഷ്ഠനായ പുത്രനും, 15-ാം ദിവസം ധർമ്മിഷ്ഠയായ സ്ത്രീ പ്രജയും, 16-ാം ദിവസം സർവജ്ഞനായ പുരുഷപ്രജയും ഉണ്ടാകുന്നു. ജാതകാദേശത്തിലെ ശ്ലോകമാണ്, പൊതുവെ ഉപയോഗിക്കുന്നതാണ്. ചന്ദ്രന് കുജന്റെ ദൃഷ്ടി പറഞ്ഞെങ്കിലും ചന്ദ്രന്റെ ബലം അനിവാര്യമാണ്. ഏത് സ്ഥാനത്തുള്ളതായിട്ട് ചന്ദ്രനെ കൊണ്ടും ഈ നിയമങ്ങളും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കില്ല. അതിനെ ഹോര കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ക്രൂരഗ്രഹേ സുബലിബ വിബലേശ്ച സൗമ്യേ ക്ലീബേ ചതുഷ്ടേകതേ തദവേക്ഷണാദ്വാ ചന്ദ്രോപഗദ്വിരസഭാഗ സമാനരൂപം സത്വം വദേധ്യതിഭവേൽ സവിയോനി സ്വപ്ന. എങ്ങനെ ക്രൂരഗ്രഹങ്ങൾക്ക് ബലമുണ്ടാവുകയും ശുഭഗ്രഹങ്ങൾക്ക് ബലക്ഷയമുണ്ടാവുകയും ചെയ്താൽ അവിടെ വിയോനി ജന്മത്തെ പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മനുഷ്യജന്മത്തിനാണ് എങ്കിൽ അവിടെ ചന്ദ്രന് ബലമുണ്ടാകണമെന്നുള്ളത് അനിവാര്യമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ശുഭന്മാർക്ക് ബലമില്ലാതെ ക്രൂരഗ്രഹങ്ങൾക്ക് ബലമുണ്ടാകുമ്പോൾ വിയോനി ജന്മത്തെ പറയാം, മനുഷ്യജന്മത്തെ പറയണമെങ്കിൽ ശുഭഗ്രഹങ്ങൾക്ക് ബലമുണ്ടാകണമെന്ന് പറഞ്ഞു. പ്രായേണ ശുഭാഭരിനോ മനുഷ്യചിന്യാം തദാശ്രിത കുര്യു ദേവാനാമുച്ചഗത നീചാശ്രയണസ്തു നാരകിണാം. ഇതൊരു കൃഷ്ണീയത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഉച്ചസ്ഥനായ ഗ്രഹങ്ങളെ കൊണ്ട് ദേവചിന്തയെ നടത്താം. അപ്പോൾ അതിൽ പാപത്വമോ ശുഭത്വമോ അവിടെ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് ചിന്തിക്കണം. പ്രായേണ ബലവന്മാരായ ശുഭഗ്രഹങ്ങൾ മനുഷ്യരാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെ ചിന്തിക്കാം എന്ന് പറയാം. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ദേവന്മാരെയും നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് ഗുണം കുറഞ്ഞവരെയൊക്കെ ചിന്തിക്കാം എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ ഒരു പ്രമാണം കൊണ്ട് പറഞ്ഞതിൽ പ്രശ്നമാർഗത്തിൽ